ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ സെൻട്രൽ ബാങ്കിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. പല രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ ഏതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ RBIനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. The central bank is the topmost banking institution with control over the entire currency and banking system of a country. ഒരു കൺട്രിയിലെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ എല്ലാം ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്നതാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അവിടുത്തെ ബാങ്കിങ് സിസ്റ്റത്തിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഇൻ ഇൻ്റർനാഷണൽ മോണിറ്ററി കോൺഫറൻസ് ഹെൽഡ് അറ്റ് ബ്രസൽസ്, ബെൽജിയം ഇൻ 1929 recommended the setting up of central bank in every country. 1929 ബ്രസൽസ്, ബെൽജിയത്തിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ മോണിറ്ററി കോൺഫറൻസിൽ വെച്ചിട്ടാണ് എല്ലാ രാജ്യങ്ങൾക്കും ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്ന തീരുമാനത്തിലെത്തിയത്. ഓക്കെ, ഇതനുസരിച്ചിട്ട് ഓരോ രാജ്യത്തിലും ആദ്യം വന്ന സെൻട്രൽ ബാങ്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ റിക്സ് ബാങ്ക് സ്വീഡനിലാണ് വന്നത് 1656. സ്വീഡനിലെ സെൻട്രൽ ബാങ്കാണ് റിക്സ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1694 1694 ഇംഗ്ലണ്ടിൽ വന്ന ഇംഗ്ലണ്ടിൻ്റെ സെൻട്രൽ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. അതുപോലെ ബാങ്ക് ഓഫ് ഫ്രാൻസിലെയാണ് 1800 വന്നത്. ബാങ്ക് ഓഫ് ജപ്പാനിൽ 1882. ഫെഡറൽ റിസർവ് സിസ്റ്റം USA ആണ് 1913. ബാങ്ക് ഓഫ് കാനഡയിൽ 1934. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നത് 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത് 1935. ഇതിൽ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡിലെ തന്നെ ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ആയിട്ട് കണക്കാക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെയാണ്. ആദ്യം വന്നത് റിക്സ് ബാങ്ക് ആണെങ്കിലും ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് റിക്സ് ബാങ്ക് ആണ് സ്വീഡനിലെ. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക് റിക്സ് ബാങ്ക് സ്വീഡനുമാണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് ബൈ റോയൽ കമ്മീഷൻ ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്, പോപ്പുലർലി നോൺ ആസ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 റോയൽ കമ്മീഷൻ ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് അഥവാ ഹിൽട്ടൺ യങ് കമ്മീഷനാണ് 1926 റെക്കമെൻഡ് ചെയ്തതാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് RBI വന്നത്. RBI ആക്ട് പാസ്ഡ് ഇൻ 1934 മാർച്ച് 6. 1934 മാർച്ച് 6 RBIയുടെ ആക്ട് പാസ് ചെയ്തു. സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഓപ്പറേഷൻ ഓൺ April 1, 1935. RBI അതിൻ്റെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1935 April 1. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് RBI കമ്പൽഡ് ബൈ BR അംബേദ്കർ. RBIയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പൽ ചെയ്തിരിക്കുന്നത് BR അംബേദ്കർ ആണ്. RBI ഒറിജിനലി ഓർഗനൈസ്ഡ് ആസ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് വിത്ത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് 5 crore. RBI ആദ്യം ഓർഗനൈസ് ചെയ്തപ്പോൾ അതൊരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു RBI. ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടി 5 crore ആയിരുന്നു ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ. ഫോർമർ ഹെഡ് ക്വാർട്ടേഴ്സ് വാസ് അറ്റ് കൽക്കട്ട. RBI ഇതുപോലെ ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ട് തുടങ്ങി. ആ സമയത്ത് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൽക്കട്ടയിലായിരുന്നു. പിന്നീട് ഇൻ 1937 ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റഡ് ഫ്രം കൽക്കട്ട ടു മുംബൈ. 1937 RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. RBI നാഷണലൈസ്ഡ് ഓൺ 1949 ജാനുവരി 1. RBI 1949 ജാനുവരി 1 നാഷണലൈസ് ചെയ്തത്. അത്രയും നാളും RBI ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ട് തന്നെയാണ് തുടർന്നത്. 1949 നാഷണലൈസ് ചെയ്ത് RBI ആക്കുമായിരുന്നു. അപ്പോൾ ഇത് RBI വന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. RBI ആദ്യം ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 റെക്കമെൻഡ് ചെയ്തു RBIനെ. അങ്ങനെ ആദ്യം 1934 മാർച്ച് 6 RBIയുടെ ആക്ട് വന്നു. 1935 April 1 RBI ഫങ്ഷൻ തുടങ്ങി. RBI വന്നു. RBI അങ്ങനെയാണ് വന്നത്. പിന്നെ RBIയുടെ ലോ കമ്പൽ ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ ആണ്.
പിന്നെ 1937 ആർ ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആദ്യം കൽക്കട്ടയിലായിരുന്നു. 37 കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ആർ ബി ഐ നാഷണലൈസ് ചെയ്തത് 1949 ജാനുവരി 1 അതുവരെ ആർ ബി ഐ അറിയപ്പെട്ടത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നായിരുന്നു. ആർ ബി ഐ ഒരു ഷെയർ ഹോൾഡർ ബാങ്കാണ്. അത് ഇനീഷ്യൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 crore ആയിരുന്നു. 1949 ജനുവരി 1 ആണ് അത് നാഷണലൈസ് ചെയ്ത് ആർ ബി ഐ ആയി മാറിയത്. അഡ്മിനിസ്ട്രേഷൻ. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 21 പേരുള്ള ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആർ ബി ഐയുടെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത്. 21 പേരാണ് ആ ബോർഡ് ഓഫ് ഡയറക്ടറിലുള്ളത്. അതിലുള്ളത് ഒരു ഗവർണർ, ആർ ബി ഐക്ക് ഒരു ഗവർണർ ഉണ്ടായിരിക്കും, 4 ഡെപ്യൂട്ടി ഗവർണർ, 14 ഡയറക്ടേഴ്സ്, 2 ഫിനാൻസ് മിനിസ്ട്രി റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ ആ 21 പേരിൽ ഒരാൾ ആർ ബി ഐ ഗവർണർ ആയിരിക്കും. പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടായിരിക്കും, 14 ഡയറക്ടേഴ്സ്. ഈ 14 ഡയറക്ടേഴ്സിൽ 4 പേരെന്ന് പറഞ്ഞാൽ ആർ ബി ഐയുടെ സോണൽ ഓഫീസേഴ്സിൽ നിന്നുള്ള 4 ഡയറക്ടേഴ്സാണ്. അതായത് ഡൽഹി, ചെന്നൈ, മുംബൈ, കൽക്കട്ട എന്നങ്ങനെ 4 സോണൽ ഓഫീസേഴ്സ് ഉണ്ട്. ഇവിടെ നിന്നുള്ള 4 പേര്, ഈ ഡയറക്ടേഴ്സിൽ 4 പേര് അവരായിരിക്കും. 10 പേര് പിന്നെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരിക്കും. പിന്നെ 2 ഫിനാൻസ് മിനിസ്ട്രി റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടാവും. അങ്ങനെ ആർ ബി ഐയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് 21 പേരടങ്ങിയ ഒരു ബോർഡാണ്. The central board must meet at least 6 months in a year and less than once in a quarter. ആർ ബി ഐയുടെ ഈ ബോർഡ് 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ചേർന്നിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലെസ് ദാൻ 1 in a quarter അവരത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത് സർ ഒബ്സോൺ സ്മിത്ത് ആണ്. ഫസ്റ്റത്തെ ആർ ബി ഐ ഗവർണർ. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ, ആർ ബി ഐയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ CD ദേശ്മുഖ്. ഫസ്റ്റ് ആർ ബി ഐ വുമൺ ഗവർണർ KG ഉദ്ദേശി. ഗവർണർ അറ്റ് ദ ടൈം ഓഫ് നാഷണലൈസേഷൻ CD ദേശ്മുഖ്. ലോങ്ങസ്റ്റ് സെർവിങ് ഗവർണർ ബംഗാൾ രാമറാവു അല്ലെങ്കിൽ BR റാവു എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു ഹാഡ് സെർവ്ഡ് അസ് ആർ ബി ഐ ഗവർണർ മൻമോഹൻ സിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റത്തെ ആർ ബി ഐയുടെ ഗവർണർ ഒബ്സോൺ സ്മിത്ത് ആണ്. ഫസ്റ്റ് ആർ ബി ഐ ഇന്ത്യൻ ഗവർണർ CD ദേശ്മുഖ് ആണ്. നാഷണലൈസേഷൻ്റെ സമയത്തുള്ള ആർ ബി ഐ ഗവർണറും ഈ CD ദേശ്മുഖ് തന്നെയാണ്. ഫസ്റ്റ് വുമൺ ഗവർണർ KG ഉദ്ദേശിയാണ്. പിന്നെ അതുപോലെ ലോങ്ങസ്റ്റ് സെർവിങ് ഗവർണർ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നാൾ ഗവർണറായിട്ടിരുന്നത് ബംഗാൾ രാമറാവു BR റാവു. പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു ആർ ബി ഐ ഗവർണർ മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, ആർ ബി ഐ ഹാസ് 4 സോണൽ ഓഫീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 4 സോണൽ ഓഫീസസ് ഉണ്ട്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട, അങ്ങനെ 4 സോണൽ ഓഫീസസ് ഉണ്ട്. അതുപോലെ തന്നെ 19 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ട്രിവാൻഡ്രം, കൊച്ചി, ചെന്നൈ, ഡൽഹി, പാട്ന, മുംബൈ, കൽക്കട്ട, ബംഗളൂരു, നാഗ്പൂർ, ലക്നൗ, ജമ്മു, കാൺപൂർ, ഗുവാഹത്തി, ഭോപ്പാൽ, ഭുവനേശ്വർ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ചണ്ഡീഗഡ്, ജയ്പൂർ, അങ്ങനെ 19 റീജിയണൽ ഓഫീസസ് ആണ് ഉള്ളത്. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ റീജിയണൽ ഓഫീസ് അല്ലാത്തത് ഏതെന്ന് പറഞ്ഞൊരു 4 ഓപ്ഷൻ ആണ്. ഒരെണ്ണം റീജിയണൽ ഓഫീസ് അല്ലാത്തത് ഉണ്ടാവും. അങ്ങനെ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഈ റീജിയണൽ ഓഫീസസ്. കൺട്രോളർ ആൻഡ് റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ഇത് ആർ ബി ഐയുടെ കുറച്ച് സവിശേഷതകളാണ്. കൺട്രോളർ, റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്രെഡിറ്റിൻ്റെ കൺട്രോളർ, റെഗുലേറ്റർ ആർ ബി ഐ ആണ്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ആർ ബി ഐ ആണ്. മൊണോപ്പോളി പവർ ടു ഇഷ്യൂ കറൻസി നോട്ട്. കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള മൊണോപ്പോളി, ആ പവർ ഉള്ളത് ആർ ബി ഐക്കാണ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ ബൈ ആർ ബി ഐ ടു സെൻട്രൽ ഗവൺമെൻറ് ഈസ് നോൺ ആസ് വെയ്സ് ആൻഡ് മീൻസ്. ആർ ബി ഐ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ലോൺസിനെയും അഡ്വാൻസസിനെയും പറയുന്ന പേരാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്. ഇത് കുറച്ച് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ആർ ബി ഐ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് അറിയപ്പെടുന്ന പേരാണ് വെയ്സ് ആൻഡ് മീൻസ്.
പിന്നെ RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു 3 സ്കീമുകളാണിത്. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1972. 1972 ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് RBI. പിന്നെ ലീഡ് ബാങ്ക് സ്കീം ഇൻ 1969. 1969 ലീഡ് ബാങ്ക് സ്കീം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1965. 1965 ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീമും ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു 3 സ്കീമുകളാണ്. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് 1972, ലീഡ് ബാങ്ക് സ്കീം 1969, ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം 1965. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് RBIയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്